ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിലുള്ള 2 റെസിപ്പി ആയിട്ടാണ്. പത്തിരിയും അതുപോലെ ചിക്കൻ വരട്ടിയതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ വെള്ളമൊക്കെ വെച്ചത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ പൊടിയിനെയൊക്കെ നന്നായി വാട്ടിയെടുക്കാം. പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. നമ്മൾ ഈ മാവിനി ഒരു 5 മിനിറ്റിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത്. അതേ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പലകൻ്റെ മുകളിലിട്ട് നന്നായി കുഴച്ചെടുക്കാം. കൂടെ ഞാൻ ഇളം ചൂടുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടുന്നത്. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ പലകൻ്റെ മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുള അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഒരു പത്തിരി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തിരികളായിട്ട് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പത്തിരീനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തിരികളായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും പത്തിരിയൊക്കെ ഇവിടെ ചുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ സവാളേനെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയും കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ചിക്കനും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ അമ്മിയിലൊന്ന് ചതച്ചെടുക്കാം.
ഇതേ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും മസാലയൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കാം. അപ്പോൾ അതേ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.